ശ്രീ, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലെയും ബി ജെ പിയെ നോക്കുമ്പോൾ ഏറ്റവും കുഴപ്പം പിടിച്ച ബി ജെ പിയിൽ ഒന്ന് കെ ജെ പി ആണ്. കെ ജെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ജനതാ പാർട്ടി. അപ്പോൾ പല പല പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട്. തമ്മിൽ തല്ല്, തൊഴുത്തിൽ കുത്ത് ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പല തവണയും പുറത്തു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ചു കാലമായി സൈലൻ്റാണ്. ബി ജെ പി നന്നാൻ തീരുമാനിച്ചെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എല്ലാ നേതാക്കന്മാരും നല്ല അച്ചടക്കത്തോടു കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സംസാരിക്കും. ഞാൻ അടുത്ത് രമേശിൻ്റെ ചില ഇൻ്റർവ്യൂസ് കണ്ടു, ഗോപാലകൃഷ്ണൻ്റെ കണ്ടു, നമ്മുടെ സുരേന്ദ്രൻ്റെ കണ്ടു, വി മുരളീധരൻ്റെ കണ്ടു. എല്ലാവരും ഭയങ്കര ഡിസിപ്ലിൻഡ്. സത്യത്തിൽ മുമ്പ് സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്നും വി മുരളീധരൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അതെ, പണ്ടേ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ് പ്രതികരിക്കാൻ ഇറങ്ങി വരുന്ന സുരേന്ദ്രൻ ചിരിച്ചുകൊണ്ടെന്നാണ് പ്രതികരിച്ചത്. അപ്പോൾ അങ്ങനെ ആർക്കും എന്താ ഹിന്റ് കിട്ടിക്കൊണ്ട് അവിടെ നിന്നാണ്. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ സുരേന്ദ്രനാണെങ്കിൽ ഭയങ്കര ഡീസൻ്റാണ്. ഭയങ്കര ഡീസൻ്റ് എല്ലാം വളരെ ചിരിച്ച് ഇടപെടുന്നു, വളരെ ഡൗൺ ടു എർത്ത് സംസാരിക്കുന്നു. പിന്നെ ആരുമായിട്ടൊരു ഇതില്ല. പിന്നെ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. വളരെ സൈലൻ്റാണ്. അപ്പോൾ സത്യത്തിൽ മുമ്പ് ഉത്തരേന്ത്യയിലെ ബി ജെ പി ആയിരുന്നു ഇടക്കാലത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരിപ്പോൾ കേരള ബി ജെ പിനെ കണ്ടു പഠിച്ചതെന്ന് എനിക്ക് സംശയം. അപ്പം യു പിയിലൊക്കെ കുഴപ്പമാണല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു അവർക്ക് വലിയൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷ വന്നതെന്ന് വെച്ചാൽ സുരേഷ് ഗോപിൻ്റെ വിജയം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് കിട്ടിയ മാർജിൻ, സുരേഷ് ഗോപിക്ക് ഒരു മണ്ഡലം വെച്ച് ബാക്കി എല്ലാ അയാൾ ലീഡ് ചെയ്തു. അത് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പണ്ടേ ഇവരോട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അസറ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള സ്ഥലം സെൻട്രൽ ട്രാവൻകൂറും തൃശ്ശൂരുമാണ്. ആ തൃശ്ശൂർ 2014 ഒരു ബെഞ്ച് മാർക്കാണ്. 2014-16 അവിടെ തൃശ്ശൂർ ഇവർക്ക് 17% വോട്ട് കിട്ടി. 17% വോട്ട് കഴിഞ്ഞാൽ ഇവർക്കാരെ വോട്ട് ചെയ്യുക? ഹിന്ദുക്കളെ ചെയ്യുള്ളൂ. അന്ന് പ്രത്യേകം മോഡിന് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സമയമാണ്. ഹിന്ദുക്കളെ ചെയ്യുള്ളൂ. അപ്പോൾ ഹിന്ദുക്കൾ വോട്ട് ചെയ്തു. 2014 ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ട് ഹിന്ദുക്കളെ വോട്ട് എന്ന് പറയുമ്പോൾ മൊത്തം വോട്ടിൻ്റെ പകുതി കൂട്ടിക്കും. അവിടെ മൊത്തം വോട്ടിൻ്റെ പകുതി അപ്പോൾ 17 എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്തു എത്ര ശതമാനം? 32% ഹിന്ദു വോട്ട് അന്ന് അവരെ കയ്യിലുണ്ട്. അവിടെ അന്ന് അവരെ കയ്യിൽ 34% ഹിന്ദു വോട്ടുണ്ട്. അവിടെ ജയിക്കാൻ എത്ര വേണം? ടോട്ടൽ ഒരു 30%-35% വോട്ടിട്ട് അവിടെ ജയിക്കാൻ പറ്റും. അപ്പം അന്ന് എൻ്റെ ചർച്ച നോക്കിയാൽ മതി. അന്ന് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു 5% കിട്ടണം. പിന്നെ അങ്ങനെ 5% കിട്ടാൻ സ്വാഭാവികമായിട്ട് ഇളകി നിൽക്കുന്ന കുറേ CPM വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. പിന്നെ മൂപ്പര് താരം എന്ന രീതിയിൽ മൂപ്പർക്ക് മുസ്ലിം പെണ്ണുങ്ങളെയും യുവാക്കളെയും വരെ വോട്ട് ഇട്ടിട്ടുണ്ട്. അതേനും വേഗം എങ്കിൽ ഇപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അവർക്ക് നല്ല ഫ്യൂച്ചറാണ് അവിടെ തൃശ്ശൂരുള്ളത്. അത് അവർക്ക് ബോധ്യപ്പെട്ടു തോന്നുന്നു. ഇപ്പോൾ RSSന് പണ്ടേ അറിയാം കേട്ടോ, RSSന് പണ്ടേ അറിയാം. അതുകൊണ്ടാണ് മോഡി പ്രത്യേക താല്പര്യം എടുത്തിട്ട് സുരേഷ് ഗോപിന് തൃശ്ശൂർ കൊണ്ട് തൃശ്ശൂർ കൊണ്ട് ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. തിരുവനന്തപുരത്ത് ജയിപ്പിച്ചാൽ പോലെ തിരുവനന്തപുരം സുരേഷ് ഗോപി കൂളായിട്ട് ജയിക്കുമല്ലോ. കാരണം ഇത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആൻറ്റിമാരൊക്കെ തന്നെ പോയിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഈ തീരദേശ മേഖലയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് എതിരെ വരുന്ന വോട്ട് അത് കവർ ചെയ്തു കൂളായിട്ട്. 2 A ക്ലാസ് മണ്ഡലങ്ങൾ സുരേഷ് ഗോപി പോയിട്ട് സുരേഷ് ഗോപിനെ കൊണ്ട് അതുവരെ A ക്ലാസ് അല്ലാത്തൊരു മണ്ഡലത്തെ A ക്ലാസ് ആക്കി മാറ്റി. അപ്പം അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ ഏത് മണ്ഡലവും ഈ ഗുരുവായൂർ വെച്ച് ഏത് മണ്ഡലവും ജയിക്കാൻ പറ്റും എന്നുള്ള ഫീൽ അവർക്കുണ്ട്. സെൻട്രൽ ട്രാവൻകൂർ പൊതുവേ ഒരു ഹിന്ദുത്വ ബെൽറ്റാണ്. നിങ്ങൾ ചെങ്ങന്നൂരാണെങ്കിലും മാവേലിക്കരാണെങ്കിലും കോട്ടയാണെങ്കിലും ഒരു ഹിന്ദുത്വ ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് സെൻട്രൽ ട്രാവൻകൂർ. അവിടെ അവർക്ക് നല്ല ദേശീയ തലത്തിലും നമ്മളറിയാത്ത ഒരുപാട് നേതാക്കൾ, പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റേ ഇയാളില്ലേ എന്താ ബാല ജേർണലിസ്റ്റും എല്ലാവരും ബാല പേര് അങ്ങനെയുള്ള കുറേ നേതാക്കന്മാർ അവർക്ക് ഇറക്കാൻ പറ്റിയ നേതാക്കന്മാരുണ്ട് അവിടെ. അപ്പം പിന്നെ അനൂപ് ആന്റണി ക്രിസ്ത്യൻ വോട്ടുകൾ അയാൾക്ക് നല്ല രീതിയിൽ അനിൽ ആന്റണിയെ പോലെയല്ല. അനൂപ് ആന്റണിക്ക് നല്ല ബേസുള്ള ആളാണ് തീർച്ചയായും. അപ്പോൾ അവിടെ സത്യം മലബാറിൽ ഇനിയും കുറച്ച് ടൈം എടുക്കും. എസ്പെഷ്യലി കർണാടക, കാസർഗോഡ് 2 സീറ്റുകളല്ലാതെ മറ്റു പ്രദേശങ്ങൾ അവർ ടൈം എടുക്കും. ഇതിപ്പോൾ ആരെങ്കിലും വടിയെടുത്തോ? ഈ നേതാക്കന്മാർ കൂട്ടത്തോടെ നന്നായി അല്ല, വടി എടുത്തിട്ടുണ്ടാവും സെൻറ്ററിൽ. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇമ്പോർട്ടൻസ് കൂടിയല്ലോ. സുരേഷ് ഗോപിനെ മുമ്പേ റീസൺ ചെയ്യുന്നതാണ്. ഇപ്പം ഇവർക്ക് ഭയങ്കര സ്വാധീനം വന്നല്ലോ. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കലങ്ങി വകയിൽ ഉണ്ടായിരുന്നു ചില സ്ഥലത്ത്. അതുകൊണ്ട് ചില സാധ്യതകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ഫീല് നമുക്കും ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു. അവർക്ക് വന്നിട്ടുണ്ടാവും. അതില്ല ഒന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്ന മുരളി ജയിച്ചു പോയിരുന്നു. മുരളി നല്ല പ്രവർത്തനം കേട്ടോ, നല്ല പ്രവർത്തനം. അതുപോലെ ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് അത്രയും വോട്ട് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ശക്തമായ അടിത്തറ ഉണ്ടായി. ആലപ്പുഴ ഇതുപോലെ തന്നെ ഒരു ഹിന്ദുത്വ സ്വാധീനമുള്ളൊരു മേഖലയാണ്. സെൻട്രൽ ട്രാവൻകൂറിന്റെ ഭാഗം കൂടിയാണ്. അപ്പം അവിടെ അവർക്ക് നല്ലൊരു സ്കോപ്പ് വന്നിരിക്കുകയാണ്. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ പൊതുവെ BJPയോട് താല്പര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മുസ്ലിം വിരോധമാണ്. കാരണം മുമ്പ് ക്രിസ്ത്യൻസ് കൈകാര്യം ചെയ്യുന്ന മേഖലകളിലെല്ലാം കൈകാര്യം ചെയ്യുന്ന ക്രിസ്ത്യാനികളെല്ലാം അടുത്ത ജനറേഷൻ ഭയങ്കര പൈസക്കാരെ അമേരിക്കയിലൊക്കെ സെറ്റിൽ ചെയ്തു. ആ മേഖലയിലെല്ലാം തന്നെ മുസ്ലിം കച്ചവടക്കാർ പുതിയതായിട്ട് വന്നു. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ അതിലും കാര്യമൊന്നുമില്ല. പാലയിൽ വീരാറ്റുപെട്ടയിലും പ്രകടമാണ്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന ഇനി ഇവിടുത്തെ എല്ലാ കാര്യവും കഴിഞ്ഞ് ഇനിയിപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി പ്രത്യേക പണിയെടുക്കണമെന്ന് വിചാരിച്ച് കിടക്കുന്ന കുറേ ആളുകളുണ്ട്, കൺവേർഷനൊക്കെ ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ വിവരമില്ലാത്ത പറയുന്നത് ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ മീഡിയയ്ക്ക് കയറിയിട്ട് മോഹൻലാലിൻ്റെ തന്തയ്ക്ക് വിളിക്കുക, മമ്മൂട്ടി ഏതെങ്കിലും പിന്നെ ഹിന്ദു സ്വഭാവമുള്ള ക്യാരക്ടർ ചെയ്ത മമ്മൂട്ടിൻ്റെ തന്തയ്ക്ക് വിളിക്കുക, അങ്ങനെയുള്ള ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ മറ്റു സമുദായങ്ങളും മുസ്ലിംസിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വിഭാഗമാണ്, മതിയല്ലോ, വിഷം കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റി മുസ്ലിം വികാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്ത് BJP കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ BJPക്ക് ഒരു വളർച്ച ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വളർച്ച BJP 20% വോട്ട് കിട്ടിയതിന് ശേഷം, അത് സുരേന്ദ്രൻ തന്നെ പറയാറുണ്ട്, 20% വോട്ട് കിട്ടിയാൽ പിന്നെ അവരുടെ വളർച്ച എല്ലാ സംസ്ഥാനങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ അവർക്ക് 20% വോട്ട് കിട്ടി. അപ്പോൾ സുരേന്ദ്രനൊക്കെ ഇവരൊക്കെ എന്തൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കേരളത്തിൻ്റെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ശോഭ തെക്കോട്ട് നോക്കിയാൽ സുരേന്ദ്രൻ വടക്കോട്ട് നോക്കും. അതായിരുന്നു. ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുമിച്ചൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. ഇവർ BJPക്കായി മറ്റുള്ളവരെ പോലെ നേരിട്ട് തെറിയില്ല, ഇൻഡയറക്റ്റ്ലി കുത്തുകയല്ല. പത്രസമ്മേളനം പിടിച്ചു നോക്കണം. അയാൾ നമ്മുടെ നേതാവാണ്, ദേശീയ നേതാവാണല്ലോ. പ്ലസ് നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കും, അത് അവരോട് ചോദിക്കും. ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള അല്ല അടി കിട്ടുമല്ലോ. ഇപ്പം അതില്ല. മാത്രമല്ല സുരേന്ദ്രൻ്റെ മുഖത്തൊക്കെ മുമ്പ് ഒരു ഭയങ്കര ടെൻഷനായിരുന്നു സുരേന്ദ്രൻ. ഇപ്പം ഭയങ്കര റിലാക്സ്ഡ് ആണ്. മുരളീധരൻ പണ്ടേ റിലാക്സ്ഡ് ആണ്, ഇപ്പം കൂടുതൽ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മറ്റ് എഴുത്തുകാരൻ ആനന്ദ് മുമ്പേ വന്നിട്ടുണ്ട്. ഹിന്ദുത്വ ശക്തികൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തകരുമ്പോഴും കേരളത്തിൽ വളരുന്നു. കാരണം കേരളത്തിൽ ഇതെല്ലാം ഇന്റലക്ച്വൽ ആണല്ലോ, പിടിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടില്ലേ, മറ്റുള്ള സ്ഥലത്തും ഒരുപാട് വെക്കുന്നുണ്ടല്ലേ, കോൺഗ്രസ് വെക്കുന്നുണ്ടല്ലേ, ഈ സാധനം നിൽക്കും. അതാണ് ഈ ഒരു രീതി. അപ്പോൾ അവർ പതുക്കെ ഇവിടെ വോട്ട് പിടിച്ചിരിക്കുക. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഈ രീതിയിൽ അവർ പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ MLA മാരാവും. ഗോപാലകൃഷ്ണനൊക്കെ MLA ആകാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ. ഗോപാലകൃഷ്ണൻ വേദനയാണ്. ഗോപാലകൃഷ്ണൻ പണ്ടേ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കേഡറാണ്. ഗോപാലകൃഷ്ണൻ ഒരിക്കലും ഇവരുടെ ഗ്രൂപ്പുമായിട്ട് വന്നിട്ട് പരസ്യമായിട്ട് ഒരു പ്രസ്താവനയും ഒരു സംഭവം പറ്റില്ല. എല്ലാവരെയും കയറി ന്യായീകരിക്കുകയും ചെയ്യും ചർച്ചകളിലൊക്കെ. ഗോപാലകൃഷ്ണൻ പക്ക RSS കേഡറാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ ഇവിടെ RSSന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളുടെ ഫോക്കൽ പോയിന്റ് ഉള്ള ആളുകളാണ് പിന്നെ ഗോപാലകൃഷ്ണൻ, സുരേന്ദ്രൻ, മുരളീധരൻ, സുരേഷ് ഗോപി. ഇവരൊന്നും കോംപ്രമൈസ് ചെയ്യില്ലല്ലോ. സുരേന്ദ്രനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സുരേന്ദ്രനെ പറ്റി കേൾക്കും. പക്ഷേ RSSമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർ മേഖലയിൽ സുരേന്ദ്രൻ കോംപ്രമൈസ് ചെയ്യില്ല. കോംപ്രമൈസ് ചെയ്യുന്നവരെ മറ്റുള്ളവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഇപ്പം ഞാനിവിടെ വന്ന് മുസ്ലിംസിനെ പറ്റി ഭയങ്കര കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധർക്ക് വലിയ സന്തോഷമായിരിക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് കുറ്റം പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. RSSന് ഒരുപാട് പകർത്തിയാൽ, ക്രിസ്ത്യാനികൾ ഒരുപാട് പകർത്തിയാൽ വലിയ സന്തോഷമായിരിക്കും. ഞാനിതൊന്നും ചെയ്യാറില്ല. ഞാൻ തെറ്റെവിടാതെ ഫാക്ച്വലായി തെളിവുണ്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ല, ഇവരുടെ ഒരു നേതാവ് പോയി ന്യായീകരിക്കാറുണ്ട് ഇടയ്ക്ക്, ശ്രീധരൻപിള്ള. അല്ല, ശ്രീധരൻപിള്ളേൻ്റെ കാര്യം വെച്ചാൽ മൂപ്പര് ബേസിക്കലി നമ്മൾ കോഴിക്കോടാണല്ലോ. അപ്പം മൂപ്പർക്ക് നമ്മളെ കോഴിക്കോടിൻ്റെ ഒരു സംസ്കാരമുണ്ട്. കോഴിക്കോട് ആരെയും നമ്മളധികം വെറുപ്പിക്കില്ല, എല്ലാവരും സ്നേഹത്തോടെ. അതിൻ്റെ പ്രശ്നമാണ്. ശ്രീധരൻപിള്ളേൻ അങ്ങനെ ഒരു ഫയർപ്ലാൻ നേതാവായി നമ്മൾ കണ്ടില്ലല്ലോ. ഫയർപ്ലാൻ നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ശത്രുള്ള ശോഭാ സുരേന്ദ്രനാണ്. ഔട്ടായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ശോഭാ സുരേന്ദ്രനാണ് കൃത്യമായിട്ട്. പിന്നെ ഒന്ന് TG മോഹൻദാസാണ്. TG മോഹൻദാസിനെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങ് BJP RSSും കടന്നു പോയി കളയും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് TG മോഹൻദാസിന്. ശ്രീത്ത് മണിക്കര പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീത്ത് ഒരിക്കലും മൂപ്പര് വലതുപക്ഷക്കാരനാണെന്നോ ഹിന്ദുത്വവാദിയാണെന്നോ സമ്മതിച്ചിട്ടില്ല. മൂപ്പര് അങ്ങനെ പറയുള്ളൂ. മൂപ്പര് അങ്ങനെ നിലപാടാണ്. അപ്പം ശ്രീത്തിനെ കൃത്യമായിട്ട് ഒരു കളത്തിന് നിർത്താൻ പാടാണ്. ഇതൊക്കെയാണ് ഇവരുടെ കാര്യം. അപ്പം കേരളത്തിൽ ഇവരെ അടുത്തൊരു ഇലക്ഷനിൽ 10 സീറ്റ് ജയിക്കാൻ നല്ല പ്രതീക്ഷയുണ്ട്. 10 സീറ്റ് ജയിച്ചാൽ അവിടെ തൂക്ക് മന്ത്രിസഭ വരും. മിക്കവാറും 2.5 വർഷം കൊണ്ട് മന്ത്രിസഭ കൂടിയിട്ട് ലോക്സഭാ ഇലക്ഷനോട് ഇലക്ഷൻ വരും. അന്നപ്പം സുരേഷ് ഗോപിയൊക്കെ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഭരണം കൈ പിടിക്കാം എന്നൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ ഒരു മന്ത്രി ആകാൻ ആഗ്രഹിക്കാത്ത ആരാണ്? RSSന് വല്ല പ്രചാരകരും ഉണ്ടാവും. ബാക്കി എല്ലാവർക്കും മന്ത്രിയായി കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഇവരുടെ നാലിലൊന്നും കഴിവില്ലാത്ത ആളുകളൊക്കെ മന്ത്രിയായി പോകുന്ന കാണുമ്പോൾ പിന്നെ ഒരാഗ്രഹം ഉണ്ടാവില്ല. ജോസ് കെ മാണിയൊക്കെ എങ്ങനെ ചാടും ആലോചിച്ചിട്ട് സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചാടും. അല്ല, സഭകളുടെ തീരുമാനമാണ്. സഭകൾക്ക് ഓൾറെഡി പ്രശ്നമില്ല BJP ആയിട്ട്. അതായത് BJP ഓൾറെഡി മെൻഡ് ചെയ്തു. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ സഭകളുടെ വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് നിശബ്ദ പ്രചാരണത്തിൻ്റെ സമയത്ത് സുരേഷ് ഗോപി പാലയിൽ ബിഷപ്പുമായിട്ട് സംസാരിക്കും. പല ബിഷപ്പ് സാധാ ബിഷപ്പാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ്. ഈ ബിഷപ്പുമാരിലെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യൻ. അപ്പോൾ പാലയിലായിരുന്നു സുരേഷ് ഗോപി.
അപ്പോൾ ഇങ്ങനെ മാത്രം സുരേഷ് ഗോപി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സുരേഷ് ഗോപിയെക്കാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ ചിത്രങ്ങ് മാറും. പാലാ ബിഷപ്പിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഒരു ഇരവാദം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതെ അതെ അതെ. എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും പാലാ ബിഷപ്പിനെ ഒരു ഇരയാണ് എന്നാണ് ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകളൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് കാരണം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ മൈലേജ് വർദ്ധിച്ചു, ആ കമ്മ്യൂണിറ്റിയിൽ സ്വാധീനം വളർന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റ് സഭകളും വളർന്നു. ബിഷപ്പ് ആസ്ഥാനത്തേക്ക് ഇവർ പ്രകടനം നടത്തി. അതെ അതെ. അതോടുകൂടി അദ്ദേഹത്തിന് ഇരട്ടി മൈലേജ്. വാസവം വന്ന് പറയുന്നത് ബിഷപ്പ് വളരെ നല്ല മനുഷ്യനാണ്, സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു ഇത് LDF മിനിസ്റ്റർ. അപ്പോൾ അതോടുകൂടിയിട്ട് അദ്ദേഹം ഒരു വല്ലാത്ത ലെവലിലേക്ക് പോയിട്ട് കഴിഞ്ഞു. പൊതുവേ നമ്മൾ വരാപ്പുഴ, അതിരൂപത ഇവർക്കൊക്കെയാണ് പൊതുവെ കൂടുതൽ സ്വാധീനം, അല്ലെങ്കിൽ തൃശ്ശൂർ ഉള്ള ബിഷപ്പുമാരെ കൂടുതൽ സ്വാധീനം വരികയായിരുന്നു. ഇപ്പം അത് ഏറ്റവും കൂടുതൽ മുമ്പേ പാലാ ബിഷപ്പിന്റെ പ്രത്യേക സ്ഥാനമുണ്ട്. പക്ഷേ ഇപ്പം അത് CPM-ന്റെ മുമ്പ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഷാജഹാനെ കയ്യിലെ മെമ്പറായിരുന്നു. അവർ കൂടിയ ഐറ്റംസ് ആയിരുന്നു. അപ്പം അതുപോലെയാണ് ഈ പാലാ ബിഷപ്പിനുള്ള പണ്ടേ വലിയ സ്വാധീനമുണ്ട്. ഇപ്പം ആണെങ്കിൽ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് BJP-യുടെ ഒരു ശോഭനമായ ഭാവി ഇനി പരസ്പരം അടിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതെ പോകും. ചിലപ്പം അമിത്ഷാ നേരിട്ട് വന്നോട്ട് ചെവിക്ക് പിടിച്ച് പോകുന്നുള്ളതും പേടിയുണ്ട്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശുഭലക്ഷണമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, രാജേട്ടൻ ജയിച്ച സമയത്ത് എൻ്റെ നാട്ടിലൊക്കെ BJP-ക്കാർ പിന്നെ ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നു ബോർഡ് വെച്ചിരുന്നു. പക്ഷെ സുരേഷ് ഗോപി ജയിച്ചിട്ട് അങ്ങനെ ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നാട്ടിൽ പോയപ്പോൾ അവരോട് ചോദിക്കാൻ വിട്ടുപോയി. എല്ലാം നമ്മളെ നമ്മളെ വാർഡിലൊക്കെ ഞാൻ പെരുന്നാൾ പള്ളി പോകാൻ പോയപ്പോൾ അവിടെ രാജേട്ടൻ്റെ ഇത്രയൊക്കെ വെച്ചിട്ട് അക്കൗണ്ട് തുറന്നു. അതിലും വലിയ വിജയമാണ് സത്യം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ വെച്ചേക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യാപകമായിട്ട് കണ്ടില്ല. എന്ത് പറ്റി എന്ന് ഞാനിപ്പോഴും ചോദിക്കാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു വളർച്ചയെ അവർ ഭയപ്പെടുന്നുണ്ടായിരിക്കും. അറിയില്ല എന്താ. അല്ലെ പിന്നെ സുരേഷ് ഗോപി ഓൾറെഡി എല്ലായിടത്തും ഇവരൊക്കെ ജനിച്ച സമയം തൊട്ട് ഇങ്ങനെ പോസ്റ്റർ കാണുന്നുണ്ടല്ലോ. മൂപ്പരായതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് വെക്കണ്ട എന്നുള്ള ഒരു തീരുമാനം. അത് രണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇവിടെ ഉള്ള നേതാക്കന്മാരിൽ ഇപ്പൊ നമ്പർ 1 എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇപ്പം വേറൊരു ഗുണമുണ്ട്. ഇടയ്ക്ക് മൂപ്പർ ഇങ്ങനെ സുരേഷ് ഗോപിയായി സംസാരിക്കുകയായിരുന്നു. ഭരചന്ദ്രനായി പോയിരുന്നു. ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അധികം ഭരചന്ദ്രനാവുന്നില്ല. ആ സിനിമയിലെ കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി. കഥാപാത്രങ്ങളല്ല ഞാൻ മനസ്സിലാക്കി. മൂപ്പർക്ക് ബേസിക്കലി അങ്ങനെ ഒരു ഭരചന്ദ്രൻ മൂപ്പരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പണ്ടേ സുരേഷ് ഗോപിനെ നോക്കിക്കഴിഞ്ഞാൽ ഭരചന്ദ്രൻ സുരേഷ് ഗോപിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നല്ല കുടുംബത്തിൽ എനിക്ക് നല്ല സ്കൂളുകളിലും കോളേജിലും പഠിച്ചുകൊണ്ട് സുരേഷ് ഗോപി വെൽ മാനേഡാണ്. അപ്പോൾ ഒരേ സമയം ഈ പറയുന്ന മഞ്ജു വാര്യരും ദിവ്യാണിയും കൂടി നായികയായിട്ട് വന്ന് സുരേഷ് ഗോപിയുടെ പടം പ്രണയവർണ്ണങ്ങളെ കലക്ടറായിട്ട് ഭരചന്ദ്രനായിട്ട് ഒരേ സമയം സുരേഷ് ഗോപിക്ക് നിൽക്കാൻ പറ്റും. ഇത് രണ്ട് സുരേഷ് ഗോപിയിലുണ്ട്. ഈ പറഞ്ഞ പഴയ SFI-കാരനുണ്ട്, അതാണ് ഭരചന്ദ്രൻ. ഈ പഴയ SFI-കാരനാണ് ഭരചന്ദ്രൻ. അച്ഛനോട് എനിക്ക് സിനിമയാണ് താല്പര്യം എന്ന് പറഞ്ഞു പോയി കലഹിച്ച ആളാണ് ഭരചന്ദ്രൻ. എന്നാൽ ഈ ഒരു സവർണ്ണ നായർ കുടുംബത്തിലാണ് ജനിച്ചത്. കൊല്ലത്തെ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചു. പിന്നെ നല്ല ഇൻഫാൻറ്റ് ജീസസ് സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാത്തിമ മതിലൊക്കെ പഠിച്ചത്. കളക്ടറും ഡോക്ടറും ഒക്കെ ആകാൻ ആഗ്രഹിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേ സമയം മറ്റേ ഈ പടം ഉണ്ടല്ലോ ഫാസിലിൻ്റെ എൻ്റെ സൂര്യപുത്രിയിലെ ഡോക്ടറും അതുപോലെ തന്നെ മറ്റേതിലെ കളക്ടർ കളക്ടർ, ഇത് രണ്ട് സുരേഷ് ഗോപി ഡുവൽ സാധനം സുരേഷ് ഗോപി ഒഫീഷ്യലായി ജീവിക്കാൻ പറ്റും. ഇവർക്ക് ഭയങ്കര വെൽ മാനേഡായിട്ടും പറ്റും. അതേസമയം തന്നെ അന്ന് നികേഷിനെ വരട്ടി ഓർമ്മല്ലേ, ഇത് രണ്ടും പറ്റും. ഇപ്പം മന്ത്രി ആയിരിക്കുമ്പോൾ നികേഷിനെ വെട്ടിയ പോലുള്ള വെട്ടൽ ഇല്ലാതിരിക്കുന്ന നല്ലത്. അത് മറ്റുള്ളവർ ആഘോഷിക്കും. അത് മൂപ്പരും കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടും ഭരചന്ദ്രൻ സത്യത്തിൽ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സമരം നടന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് അത് ആ ഭരചന്ദ്രനാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം വന്ന് മുടി മുറിച്ചു കൊടുത്തു. കറക്റ്റ് സിനിമ നടനെ ആ കഥാപാത്രമായിട്ട് അല്ല, അത് ചെയ്യും മൂപ്പര്. അതെന്ന് വെച്ചാൽ മൂപ്പരെ ഞാൻ മനസ്സിലാക്കണം. എനിക്ക് കുറേ മൂപ്പര സ്വഭാവമുള്ള ഒരാളാണ്. അതാണ് എനിക്ക് മൂപ്പര ഭയങ്കര ഇഷ്ടം. ഇത് കുറേ മൂപ്പര് ഇങ്ങനെ വെൽ മാനേഡായി നിൽക്കാൻ നോക്കും. നമ്മളൊക്കെ ഒരു പ്രശ്നം, വെൽ മാനേഡായി ഒന്ന് ഇങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഒരു ലോജിക്കൊക്കെ കൊടുത്താൽ ഭയങ്കര അനീതിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ഇതാണ് ഭരചന്ദ്രൻ ഈ മാറ്റമുള്ളത്. ഇതാണ് സുരേഷ് ഗോപി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും കേരളത്തിലെ BJP നേതാക്കൾ നന്നായി എന്നാണ് ഇപ്പം നമ്മൾ വിലയിരുത്തുന്നത്. ശരി.